ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് രണ്ട് കിടിലം ബ്ലൂടൂത്ത് ഹെഡ്സെറ്റുകളുടെ കമ്പാരിസനാണ്. അതായത് നോക്കിയ ഈ ഇടയ്ക്ക് പുറത്തിറക്കിയ T2000 എന്ന മോഡലും അതുപോലെ തന്നെ OnePlusന്റെ ഹിറ്റായ ബുള്ളറ്റ് ഇസഡ് എന്ന ഹെഡ്സെറ്റുകൾ തമ്മിലുള്ള കമ്പാരിസനാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഓൾറെഡി ഇതിന് രണ്ടിൻ്റെ അൺബോക്സിംഗ് നമ്മുടെ ചാനലിൽ വീഡിയോ കിടപ്പുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കാർഡായിട്ട് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ഞാൻ നിങ്ങളുടെ അലക്സ്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടെക് ആൻഡ് ട്രാവൽ എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ രണ്ട് പ്രീമിയം ആയിട്ടുള്ള ഹെഡ്സെറ്റുകൾ. നിങ്ങൾക്ക് ആ രണ്ടിൻ്റെ പേര് അവിടെ തന്നെ കാണാൻ സാധിക്കും. രണ്ട് ബ്രാൻഡ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നോക്കിയ എന്നതും OnePlus എന്നതും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനെ കയ്യിലെടുക്കുമ്പോൾ തന്നെ നല്ല രണ്ട് ഹെഡ്സെറ്റുകളും ഒരേപോലത്തെ പ്രീമിയം ക്വാളിറ്റി നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതിന് ആദ്യമേ നമുക്ക് ഇതിന്റെ വെയിറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. നോക്കിയ 35 ഗ്രാമാണ്. നോക്കിയയുടെ ഹെഡ്സെറ്റിന് 35 ഗ്രാമും OnePlusന്റെ 28 ഗ്രാമുമാണ് വെയിറ്റ് വരുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നോക്കിയയുടെ ഹെഡ്സെറ്റ് നോക്കുകയാണെങ്കിൽ നോക്കിയ എന്ന ബ്രാൻഡിങ് നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നെക്ക് ബാൻഡ് വളരെ പ്രീമിയം ആയിട്ടുള്ള ക്വാളിറ്റിയാണ്. നമ്മുടെ ഒത്തിരി നേരം കഴുത്തിൽ കിടന്നതെന്ന് നമുക്ക് ഒരു ഇറിറ്റേഷനും ഉണ്ടാക്കത്തില്ല. അതുപോലെ തന്നെ എല്ലാ കൺട്രോൾ സ്വിച്ചുകളും കൊടുത്തിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിലായിട്ടാണ്. അതിൽ നമുക്ക് വോളിയം അപ്പ് കീ കൊടുത്തിട്ടുണ്ട്, പ്ലേ ബട്ടൺ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ വോളിയം മൈനസ് ചെയ്യുന്നതിനുള്ള ബട്ടൺ കൊടുത്തിട്ടുണ്ട്, കോൾ അറ്റൻഡ് ചെയ്യുന്നതിനുള്ള ബട്ടണും അതിൽ നമുക്ക് നൽകിയിരിക്കുന്നത് കാണാം. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ നമ്മുടെ ഹെഡ്സെറ്റ് സ്വിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഒരു മൊബൈലിൽ നിന്ന് മറ്റൊരു മൊബൈലിലേക്ക് സ്വിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ബട്ടൺ നമ്മുടെ നോക്കിയയിലില്ല. അതിന് പകരം പ്ലേ ചെയ്യുന്ന ബട്ടൺ 3 പ്രാവശ്യം നമ്മൾ അമർത്തുകയാണെങ്കിൽ നമ്മുടെ മൊബൈലിൽ നിന്ന്, അതായത് ഒരു മൊബൈലിൽ നിന്ന് മറ്റൊരു മൊബൈലിലേക്ക് നമുക്ക് ഹെഡ്സെറ്റ് സ്വിച്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ കോൾ അറ്റൻഡ് ചെയ്യുന്ന സ്വിച്ച് തന്നെയാണ് സീരിയെ വേക്ക് ചെയ്യുന്നതിനും അല്ലെങ്കിൽ ഗൂഗിൾ അസിസ്റ്റന്റിനെ വേക്ക് ചെയ്യാനും ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ചാർജിങ് പോർട്ട് എന്ന് പറയുന്നത് മൈക്രോ USB ചാർജിങ് പോർട്ടാണ്. അപ്പോൾ നമ്മൾ OnePlusന്റെ ഹെഡ്സെറ്റ് നോക്കുന്ന സമയത്ത് നമ്മുടെ രണ്ട് നെക്ക് ബാൻഡിന്റെയും രണ്ട് സൈഡ് വളരെ ക്ലീൻ ആണ്. അതിൽ പ്രത്യേക സ്വിച്ചുകളൊന്നും കൊടുത്തില്ല. എക്സെപ്റ്റ് ആയിട്ട് ഒരേ ഒരു സ്വിച്ചാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ആ OnePlus എന്ന ബ്രാൻഡിങ് ആണ്. തൊട്ടടുത്തായിട്ട് ഒരേ ഒരു സ്വിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നു. ആ ഒരു സ്വിച്ചാണ് നമ്മുടെ മൊബൈൽ സ്വിച്ച് ചെയ്യുന്നത്. അതായത് ഒരു മൊബൈലിൽ നിന്ന് മറ്റൊരു മൊബൈലിലേക്ക് നമുക്ക് സ്വിച്ച് ചെയ്യാൻ, ഹെഡ്സെറ്റ് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബട്ടൺ. ഇത് നമുക്ക് നോക്കിയ ഹെഡ്സെറ്റിൽ അവൈലബിൾ അല്ല. അതിന് പകരം പ്ലേ ബട്ടണിൽ 3 പ്രാവശ്യം നമ്മൾ ടാപ്പ് ചെയ്യുന്ന സമയത്താണ് കോളുകൾ അല്ലെങ്കിൽ മൊബൈലിൽ നിന്ന് സ്വിച്ച് ആവുന്നത്. അതുപോലെ ഇവിടുത്തെ ചാർജിങ് പോർട്ട് എന്ന് പറഞ്ഞാൽ Type C ചാർജിങ് പോർട്ടാണ് നമ്മുടെ OnePlusന് നൽകിയിരിക്കുന്നത്. രണ്ടിനും നെക്ക് ബാൻഡ് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. വളരെ നല്ല ക്വാളിറ്റി തന്നെയാണ് നെക്ക് ബാൻഡിന്റെ കാര്യത്തിൽ. OnePlus ഹെഡ്സെറ്റിലേക്ക് വരുമ്പോൾ അതിന്റെ എല്ലാ കൺട്രോളും കൊടുത്തിരിക്കുന്നത് ആ ഒരു നെക്ക് ബാൻഡിന്റെ സൈഡിൽ നിന്ന് മാറ്റി ആ ഒരു ഹെഡ്സെറ്റിന്റെ സൈഡിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നമുക്ക് പ്ലസ് ബട്ടണും കോൾ അറ്റൻഡ് ചെയ്യുന്ന ബട്ടണും അതുപോലെ തന്നെ മൈനസ് ബട്ടണും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മൈക്രോഫോണും നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും എനിക്ക് ഇതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കാരണം നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾക്കും അതുപോലെ തന്നെ നമുക്ക് വളരെ റീച്ചബിളുമാണ് ഇങ്ങനെ ഒരു പൊസിഷൻ അവർ സെലക്ട് ചെയ്തിരിക്കുന്നത്. എനിക്ക് പേഴ്സണലി ഇതാണ് ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഭിപ്രായം പറയാം കേട്ടോ. നിങ്ങൾ കമന്റിൽ അഭിപ്രായമായിട്ട് പറയാം. നമ്മുടെ ഇയർ പീസിന്റെ ഭാഗം നല്ല രീതിയിൽ മാഗ്നറ്റിക്കലി അറ്റാച്ച്ഡ് ആണ് രണ്ട് ഹെഡ്സെറ്റിലും ഉള്ളത്. ഇത് നമ്മൾ ഡിറ്റാച്ച് ചെയ്യുന്ന സമയത്തേക്ക് ഓട്ടോമാറ്റിക്കലി കണക്ട് ചെയ്യുന്ന മെക്കാനിസം തന്നെയാണ് ഈ രണ്ട് ഹെഡ്സെറ്റിലും അവർ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നോക്കിയയുടെ ഹെഡ്സെറ്റിലേക്ക് വരുമ്പോൾ 11mm ഡൈനാമിക് ഡ്രൈവ് ആണ് നൽകിയിരിക്കുന്നത്. ഇത് വളരെ രീതിയിൽ ലോ ബാസ് ഫ്രീക്വൻസിയും അതുപോലെ തന്നെ സ്മൂത്ത് മിഡ് റേഞ്ചിനെയും എൻഹാൻസ് ചെയ്യാൻ വളരെ സഹായകമാണ്. കൂടാതെ ഈ രണ്ട് ഹെഡ്സെറ്റും ലോ ലാറ്റൻസി മോഡ് ഇനേബിൾ ആണ്. OnePlus ബുള്ളറ്റ് നൽകിയിരിക്കുന്നത് 9.2mm ഡൈനാമിക് ഡ്രൈവ് ആണ്. ഇത് നല്ല രീതിയിലുള്ള ഒരു മ്യൂസിക് അനുഭവം നമുക്ക് നൽകുന്നുണ്ട്. ഞാൻ നോക്കിയ ഹെഡ്സെറ്റും ഇതുമായിട്ട് കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ എനിക്ക് കൂടുതലായിട്ട് മ്യൂസിക് കേൾക്കാൻ ഇഷ്ടപ്പെട്ടത് OnePlusന്റെ ഇസഡ് ബുള്ളറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ ഈ രണ്ട് ഹെഡ്സെറ്റുകളുടെ ഇന്നിയർ ഫിറ്റ്നസ് നോക്കിയാൽ, അതായത് നമ്മൾ ഹെഡ്സെറ്റ് നമ്മുടെ ചെവിയിലേക്ക് ഫിക്സ് ചെയ്യുന്ന സമയത്തുള്ള കംഫർട്ട് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് OnePlus തന്നെയാണ്. കാരണം അതെൻ്റെ ചെവിയിൽ വളരെ നല്ല രീതിയിൽ കംഫർട്ടായിട്ട് ഫിറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷെ നോക്കിയുടെ ഹെഡ്സെറ്റ് ഇടയ്ക്ക് ചില സമയങ്ങളിൽ എൻ്റെ ചെവിയിൽ നിന്ന് ഊരിപ്പോകുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. അതുകൊണ്ട് ആ കംഫർട്ടിൻ്റെ കാര്യത്തിൽ ഞാൻ OnePlusനായിരിക്കും തംസപ്പ് നൽകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഹെഡ്സെറ്റുകൾ എത്രമാത്രം ഫാസ്റ്റോടെയാണ് സ്വിച്ച് ആവുന്നതും എത്രത്തോളം പെട്ടെന്ന് നമ്മുടെ മൊബൈലോട്ട് കണക്ട് ആവുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ ആദ്യം നോക്കുന്നത് നമ്മുടെ OnePlus ആണ്. ഞാനൊരു ആൻഡ്രോയിഡ് മൊബൈലും ഒരു iOS മൊബൈലും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഒന്ന് മാറ്റി നോക്കാം.
മാറ്റി നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് എൻ്റെ ആപ്പിൾ ഐഫോണിലേക്ക് നമ്മുടെ OnePlus കണക്ട് ആയത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്കിനി ഇതൊന്ന് സ്വിച്ച് ചെയ്ത് നോക്കാം ആൻഡ്രോയിഡിലോട്ട്. അതിനുവേണ്ടി ഞാൻ ഡബിൾ ടാപ്പ് ചെയ്യുകയാണ് അതിൻ്റെ ഡെഡിക്കേറ്റഡ് ബട്ടണിലേക്ക്. കണ്ടോ, അത് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ iOS അല്ല ആൻഡ്രോയിഡിലേക്ക് കണക്ട് ആയിട്ടുണ്ട്. ശരി, ഒരിക്കൽ കൂടെ നമ്മൾ ആൻഡ്രോയിഡിൽ നിന്ന് iOSലേക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഡബിൾ ടാപ്പ് ചെയ്തു, കണക്ട് ആയി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ OnePlusന്റെ ഒരു കണക്ഷൻ രീതി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എത്രമാത്രം സമയം എടുക്കുന്നുണ്ട് ഒരു മൊബൈലിൽ നിന്ന് ആൻഡ്രോയിഡിൽ നിന്ന് iOSലേക്ക് അല്ലെങ്കിൽ രണ്ട് ഡിവൈസിലേക്ക് അത് പെയർ ചെയ്യുന്ന അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം സമയം എടുക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ ഇന്ന് കാണാൻ സാധിക്കും. ഇനി നമുക്ക് നോക്കിയ ഹെഡ്സെറ്റ് എങ്ങനെയാണ് കണക്ട് ആവുന്നത് നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കിതിന് ഡെഡിക്കേറ്റഡ് ഒരു ബട്ടൺ ഇല്ല. പ്ലേ ബട്ടണിൽ 3 പ്രാവശ്യം ടാപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് സ്വിച്ച് ആവുന്നത്. ആദ്യമേ ഞാൻ എൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഒന്ന് മാറ്റി നോക്കി. അപ്പോൾ ആദ്യം നമ്മൾ മൊബൈലിലേക്ക് കണക്ട് ആവുന്നത് ഏതിലേക്കാണ്, എത്ര ഫാസ്റ്റോടെയാണ് കണക്ട് ആവുന്നത് നമുക്ക് നോക്കാം. ഇച്ചിരി സമയം എടുക്കുന്നുണ്ട്. എൻ്റെ iOSലേക്ക് അത് കണക്ട് ആയി. ആദ്യമായിട്ട് എൻ്റെ ആപ്പിൾ ഫോണിൽ അത് കണക്ട് ആയിട്ടുണ്ട്. ഞാനപ്പോൾ സ്വിച്ച് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. പ്ലേ ബട്ടണിൽ 3 പ്രാവശ്യം ടാപ്പ് ചെയ്യുന്നു. ഈ നോക്കിയ ഫോണിലേക്ക്, അതായത് ആൻഡ്രോയിഡ് ഫോൺ എൻ്റെ നോക്കിയാണ്, അതിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ കണക്ട് ആവുന്നുണ്ട്. അടുത്ത് ഞാൻ ഒരിക്കൽ കൂടെ 3 പ്രാവശ്യം ടാപ്പ് ചെയ്ത് നോക്കി. iOS അതായത് ആപ്പിൾ ഫോണിലേക്ക് കണക്ട് ആയി. എനിക്കിവിടെ കാണാൻ സാധിച്ചത് രണ്ട് ഡിവൈസും നമ്മൾ ആപ്പിൾ ഫോണിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ iOSലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇച്ചിരി ടൈം ലാഗ് എടുക്കുന്നുണ്ട്. പക്ഷെ ആൻഡ്രോയിഡിലേക്കാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ രണ്ട് ഹെഡ്സെറ്റും കണക്ട് ആവാൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ടും കോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇല്ലാന്നുണ്ടെങ്കിൽ കണ്ടന്റ് വാച്ചിങ്, മ്യൂസിക് കേൾക്കുക, ഇതൊക്കെയാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശങ്ങൾ. അപ്പോൾ എനിക്ക് ഈ രണ്ട് ഹെഡ്സെറ്റും യൂസ് ചെയ്തതിന് ശേഷം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് OnePlus ആണ്. അതിന് കാരണങ്ങളുണ്ട്. നമ്മൾ നോക്കിയ ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് iOSലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് ഒത്തിരി സൗണ്ട് കുറവായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. എല്ലാ കൂട്ടുകാർക്കും അങ്ങനെ അനുഭവപ്പെടുന്നത് എനിക്കറിയില്ല. അങ്ങനെ അനുഭവപ്പെട്ടവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എന്തായാലും എനിക്ക് സൗണ്ട് വളരെ കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ ക്വാളിറ്റിയും എനിക്ക് അത്രയ്ക്കൊരു ഇമ്പ്രസീവ് ആയില്ല. എന്നാൽ ഈ നോക്കിയ ഫോണിലേക്കാണ് കണക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ആൻഡ്രോയിഡിലേക്കാണ് നമ്മുടെ നോക്കിയ ഹെഡ്സെറ്റ് കണക്ട് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ക്വാളിറ്റി അല്ലെങ്കിൽ സൗണ്ട് ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എല്ലാം ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സൗണ്ട് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. എന്നാൽ OnePlusലേക്ക് വരുമ്പോൾ OnePlus വളരെ നല്ല രീതിയിലുള്ളൊരു സൗണ്ട് ക്വാളിറ്റി നമുക്ക് തരുന്നുണ്ട് ആൻഡ്രോയിഡിലും അതുപോലെ തന്നെ iOSലും. പക്ഷേ കുറച്ചുകൂടി നമ്മളിപ്പോൾ OnePlus മൊബൈൽ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഉപയോഗിക്കുകയോ ചെയ്യുവാണെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സൗണ്ട് ക്വാളിറ്റി നമുക്ക് ഈ OnePlusൽ നിന്ന് കിട്ടുന്നുണ്ട്. കോൾ ക്വാളിറ്റിയെ പറ്റി നോക്കുകയാണെങ്കിൽ എനിക്ക് അത് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത് നോക്കിയാണ്. കാരണം കുറച്ചുകൂടെ നല്ല രീതിയിലുള്ള ഒരു സൗണ്ട് ക്ലാരിറ്റി നമുക്ക് നോക്കിയ ഹെഡ്സെറ്റിൽ നിന്ന് കിട്ടുന്നുണ്ട്. അങ്ങനെ നല്ലൊരു രീതിയിലുള്ള കോൾ ക്വാളിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നോക്കിയ ഒരു കാര്യം ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. 8th ജനറേഷൻ Qualcomm CVC നോയിസ് ക്യാൻസലേഷൻ ടെക്നോളജി ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് നോയിസ് വളരെ റെഡ്യൂസ് ചെയ്ത് നല്ല രീതിയിലുള്ള ക്ലാരിറ്റിയുള്ള സൗണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ.